നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കാലപുരുഷന്റെ 10ാമത്തെ രാശിയായിട്ടുള്ള കാപ്രിക്കോൺ അഥവാ മകരം രാശിയെക്കുറിച്ചാണ്. രാശിമണ്ഡലത്തില് 270 ഡിഗ്രി മുതൽ 300 ഡിഗ്രി വരെ നിവർന്നു കിടക്കുന്ന ഈ രാശി ശനിയുടെ രാശിയാണ്. മാഴ്സിന്റെ ഉച്ചസ്ഥാനവും സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിന്, പോയിന്റ് ഓർത്ത് വെച്ചിരിക്കണം, മാഴ്സിന് ഉച്ചബലവും അതേപോലെ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിന് നീചം ഭവിക്കുന്ന, ബലമൊട്ടും ഇല്ലാത്ത സ്ഥലം, അതാണ് മകരം രാശി. ഇതിന്റെ ചിഹ്നം വളരെ വിചിത്രമാണ്. വെള്ളം കുടിക്കാൻ ദാഹിച്ചിരുന്ന് വലഞ്ഞ് വെള്ളം കുടിക്കാൻ ചെല്ലുമ്പോൾ തൻ്റെ ഇരയ്ക്കായി പതുങ്ങിയിരിക്കുന്ന മുതല ഈ മാനിനെ കയറി പിടിക്കും. ദാഹിച്ചു വലഞ്ഞാണ് വന്നത്, ഈ മാനിനെ കയറി പിടിക്കും. മാനിന്റെ കൊമ്പ് മുതലയുടെ വായ്ക്കുള്ളിൽ കുടുങ്ങിയിട്ട് മുതലയ്ക്കൊട്ട് മാനിനെ വിഴുങ്ങാനും പറ്റുന്നില്ല. അതേസമയം മാനിന് മുതലയുടെ വായിൽ നിന്നും തലയൂരി മാറാനും പറ്റുന്നില്ല. അപ്പൊ ഇങ്ങനെ ഒരു ഉടക്കി കിടക്കുന്ന ഒരു രാശിയാണ് വാസ്തവത്തിൽ മകരം രാശി. ഈ രണ്ട് ചിഹ്നം ഉള്ളത് കൊണ്ട് തന്നെ മുതല തൻ്റെ ആവശ്യം നേടാൻ വേണ്ടിയിട്ടാണ്, വിശപ്പെന്ന് പറയുന്ന വിഷയം നേടാൻ വേണ്ടിയിട്ടാണ് ആ മാനിനെ പിടിക്കാൻ നോക്കുന്നത്. അതുപോലെ തന്നെ ദാഹം തീർക്കാൻ വേണ്ടിയിട്ടാണ് സൗമ്യമായിട്ട് ജലം കുടിക്കാൻ പോകുന്ന മാനും. അപ്പം ഒരേ സമയത്ത് തന്നെ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് സൗമ്യമായ രീതിയിൽ പെരുമാറാനും അതുപോലെ തന്നെ പതുങ്ങിയിരുന്ന് കാര്യങ്ങളെ പിടിച്ചെടുക്കാനുമുള്ള രണ്ട് ടൈപ്പ് സ്വഭാവമുള്ളവരാണ് മകരം രാശിക്കാര്. 12 രാശികളില് ചതി ഒളിഞ്ഞിരിക്കുന്ന രാശിയാണ് മകരം. നിരുപദ്രവകാരിയായും അതുപോലെ തന്നെ പതുങ്ങിയിരിക്കുന്ന മുതലയുടെ സ്വഭാവമുള്ളവരായും ഇവര് പെരുമാറും. ആരോഗ്യം കുറഞ്ഞ ശരീരഘടന, അരക്കെട്ടിന് കീഴ്പോട്ട്, നടുവിന് താഴോട്ട് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള അവസ്ഥ, എല്ലാ കാര്യങ്ങളെയും മാനേജ് ചെയ്ത് കൊണ്ടുപോകാനുള്ളൊരു മാനേജ്മെന്റ് സ്കില്ല്, ഉച്ചനായ ചൊവ്വയുടെ സ്ഥാനമാണ്, അതായത് ചൊവ്വ ഉച്ചനാവുന്ന സ്ഥാനമായതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് സ്കില്ല്, തങ്ങൾക്ക് ലാഭമുണ്ടാകും എന്ന് തോന്നുന്ന സ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള വിട്ടുവീഴ്ച മനോഭാവം, എല്ലാ വിഷയത്തിലും ഒരു സംശയദൃഷ്ടി, അതിനെ ചൂഴ്ന്ന് ചിന്തിക്കാനുള്ള ഒരു രീതി, തനിക്ക് ആവശ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ എടുത്തു ചാടാനുള്ള കഴിവ്, ആ ധൈര്യവും വീര്യവും ദുർബുദ്ധിയും ഒക്കെ അവിടെ വർക്ക് ചെയ്യും. ചൊവ്വയുടെ നേച്ചർ വർക്ക് ചെയ്യും, എടുത്തു ചാടാനുള്ള ഒരു സ്വഭാവം. തനിക്ക് വേണ്ടതാണ് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ക്ഷമയോടെ വേണമെങ്കിലും മുതലയെ പോലെ വെള്ളത്തിനടിയിൽ ഇരയും കാത്തിരിക്കുന്നത് പോലെ കാത്തിരിക്കാനും, അതുപോലെ തന്നെ തൻ്റെ ഇഷ്ടമുള്ളവർ, തനിക്ക് ഉറപ്പായിട്ടും മകരക്കാർക്ക് വേണമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളോട് അതികഠിനമായിട്ടുള്ള സത്യസന്ധതയും ആത്മാർത്ഥതയും, രാശിപുരുഷന്റെ 10ാം ഭാവമായതുകൊണ്ട് തന്നെ ഇവര് കഠിനാധ്വാനവും അതേപോലെ ആത്മാർത്ഥതയും സത്യസന്ധതയും ഒക്കെ തൊഴിൽ മേഖലയിൽ പുലർത്തുകയും ചെയ്യും. വ്യാഴൻ നീചനാവുന്ന രാശി, ചൊവ്വ ഉച്ചനാവുന്ന രാശി, ദൈവാധീനം, ധർമ്മബോധം ഇതൊക്കെ കുറയുന്ന രാശിയാണ് മകരം. കൂടുതലും മെറ്റീരിയൽ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും എല്ലാ കാര്യങ്ങളും ഫ്യൂച്ചറിനെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് പ്ലാൻ ചെയ്യുകയും ചെയ്യും. ഇപ്പം അച്ഛനോടുള്ള സ്നേഹമാണെങ്കിലും അമ്മയോടുള്ള സ്നേഹമാണെങ്കിലും സഹോദരങ്ങളോടുള്ള സ്നേഹമാണെങ്കിലും മക്കളോടുള്ള സ്നേഹമാണെങ്കിലും ഇതെല്ലാം ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിരിക്കും. എല്ലാം ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് ഫ്യൂച്ചറിൽ എനിക്ക് എങ്ങനെയാവും എന്നൊക്കെ ഉള്ളത് ചിന്തിച്ചായിരിക്കും ഇവർ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അത് പലപ്പോഴും ഇവർ കൃത്യമായിട്ട് വിചാരിക്കുന്ന പോലെയുള്ള സ്ഥലത്ത് എത്തിപ്പെടുകയില്ല. അതേപോലെ തന്നെ ലഗ്നാധിപനായിട്ടുള്ള ശനി കുജന്റെ ക്ഷേത്രത്തിൽ നീചനാവുകയും ശനിയുടെ ക്ഷേത്രത്തിലാണ് കുജൻ ഉച്ചനാവുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ചോണ്ട് ആ പരസ്പര വൈരുദ്ധ്യം. കുജന്റെ ക്ഷേത്രത്തിൽ നീചനാവുകയും ശുക്രന്റെ ക്ഷേത്രത്തിൽ ശനി ഉച്ചനാവുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇവർക്ക് ഒരു ശനിയുടെ കോമ്പിനേഷൻ സ്വഭാവങ്ങളുണ്ടാവും, ചൊവ്വയുടെ സ്വഭാവങ്ങളുണ്ടാവും, അതുപോലെ തന്നെ ശുക്രന്റെ ചില സ്വഭാവങ്ങളും ഇവർക്കുണ്ടാവും. സെൽഫിഷ്നെസ്, സ്വാർത്ഥത, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകൾ, മറ്റുള്ളവർ വളരുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ ധനത്തിലും സ്ത്രീയിലും അല്ലെ പുരുഷനിലും ഒക്കെ ആഗ്രഹം, അതുപോലെ തന്നെ ജീവിതത്തിലെ പല മേഖലകളിലും ദുരാഗ്രഹം, കുറ്റവാസനകൾ, അതേപോലെ നന്ദികേട്, തന്നെ സഹായിച്ചവരോടുള്ള ഒരു പെട്ടെന്ന് മറന്നു പോകുന്ന രീതികൾ, ക്രൂരമായിട്ട് പെരുമാറാനുള്ള
കഴിവുകൾ, ഈ നാർസിസ്റ്റ് ആറ്റിറ്റ്യൂഡുകളൊക്കെ. ഇവർ ഒരേ സമയം തന്നെ വളരെ ആക്റ്റീവായിട്ട് പെരുമാറുമെങ്കിലും ഇവരുടെ പേഴ്സണൽ ലൈഫിൽ വല്ലാണ്ട് അലസമായിട്ടുള്ള ജീവിതശൈലികൾ, ദോഷൈക ദൃക്ക് ആവുക, എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം, വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് കാപ്രിക്കോൺകാരെ അല്ലെങ്കിൽ മകര ലഗ്നക്കാരെ ഞാൻ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ മകര രാശിക്കാരെ. കാണുമ്പം വളരെ കൂളായിരിക്കും. കാപ്രിക്കോൺ ക്യാൻ ലുക്ക് ആസ് കോൾഡ്, അതായത് കാണുമ്പം ഇവരെ ഭയങ്കര കൂളായിട്ടും ഇതായിട്ടും ഒക്കെ തോന്നും എങ്കിലും വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ആൾക്കാരായിട്ടുമാണ് എനിക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവർക്കൊരു ഫേസ്ലെസ് നേച്ചറുണ്ട്. അതിനോടൊപ്പം അധികാരം, അധികാരി, സ്ഥാനമാനങ്ങള്, കുടുംബത്തിലാണെങ്കിലും തന്നെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. അതുപോലെ എല്ലാ വിഷയത്തിലും, ഫാമിലി ലൈഫിലായിക്കോട്ടെ, കുടുംബ ബന്ധങ്ങളിലായിക്കോട്ടെ, എല്ലാ മേഖലകളും ഒരു അതോറിറ്റി കീപ്പ് ചെയ്യണമെന്ന് ഇവർക്ക് വല്ലാത്ത ആഗ്രഹം ഉണ്ടാവും. അതിനുവേണ്ടി ഇവർ ശ്രമിക്കുകയും ചെയ്യും. ലഗ്നാധിപനും ചൊവ്വയ്ക്കും ശുക്രനും ഒക്കെ ബലമുണ്ടെങ്കിൽ അത് കിട്ടും. പക്ഷേ ഈ ലഗ്നക്കാർക്ക് ബുധനും ചന്ദ്രനും ഒക്കെയാണ് ബലപ്പെട്ടു പോകുന്നത് എങ്കിൽ ശ്രമം മാത്രമേ ഉണ്ടാവത്തുള്ളൂ, ഇവർക്കത് കിട്ടുകയും ഇല്ല. ചതി ഒളിഞ്ഞിരിക്കുന്ന രാശിയല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ടും സൂക്ഷിക്കേണ്ട വ്യക്തിത്വങ്ങൾ ഉള്ളിൽ മറഞ്ഞിരിക്കുന്നതിന് മുതലേ ഉള്ളവരാണ് മകരക്കാര്. അവരെ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷെ അത് അങ്ങനെയാണ്, അനുഭവത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇവരുടെ കർമ്മ മേഖലയാണ്. ഇവർ ചെയ്യുന്ന ജോലികൾ നന്നായിട്ട് ചെയ്യും. അതേപോലെ ഇവർ ചെയ്യുന്ന ഓർഗനൈസേഷൻസിനും ഇവർ ഇടപെടുന്ന മേഖലകൾക്കും ഒക്കെ ഇവർ വളരെ നല്ലതും വളരെ സപ്പോർട്ടീവായിട്ടും ഇവരുടെ ജോലിയും ധനമുണ്ടാക്കലും ഒക്കെ ഇവർ സൂപ്പറായിരിക്കും. പക്ഷെ ഇവരുടെ ഷാഡോ സൈഡ് എന്ന് പറയുന്നത് പല സമയങ്ങളിലും ഇവർ ലോൺലിയാണ്, ഒറ്റപ്പെട്ടാണ് ഇരിക്കുന്നത്. അതേ സമയത്ത് വളരെ ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു നേച്ചറും അലഞ്ഞു തിരിഞ്ഞ് നടന്ന് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സ്വഭാവവും ഇവർക്കുണ്ടാവും. കാരണം മുതൽ ഒറ്റയ്ക്കാണ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. എന്നാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മാനാണ് ഇവരുടെ അടുത്തേക്ക് വെള്ളം കുടിക്കാനായിട്ട് ചെല്ലുന്നത്. ഇപ്പൊ ഈ രണ്ട് സ്വഭാവവും ആവശ്യമുണ്ടെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് കാര്യങ്ങൾ നടത്താനും അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യാനും വേണ്ടി, തനിക്ക് വേണ്ടി വരുന്ന ഇരയെ നോക്കി കാത്തിരിക്കാനും കഴിയുന്ന ആളുകളാണ് മകരക്കാര്. വിശക്കുന്ന ചെന്നായി ആഹാരം അന്വേഷിക്കുന്ന പോലെയാണ് കാപ്രിക്കോൺ അവരുടെ അധികാരത്തെ ഈ ലോകത്ത് അന്വേഷിക്കുന്നത്. തങ്ങളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കാൻ കഴിയാത്തിടത്ത് പതുങ്ങിയിരിക്കുകയും മുതലയെ പോലെ കാത്തിരിക്കുകയും എല്ലാവരോടും ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടിരിക്കുകയാണെന്നുള്ള തോന്നലുണ്ടാക്കുകയും ചെയ്യും. ലഗ്നാധിപൻ 4-ൽ നീചനാകുന്നു, 10-ൽ ഉച്ചനാകുന്നു. 4-ാം ഭാവാധിപൻ ലഗ്നത്തിൽ ഉച്ചനാവുന്നു, 7-ൽ നീചനാവുന്നു. 8-ാം ഭാവാധിപൻ സുഖസ്ഥാനത്ത് ഉച്ചനാവുകയാണ് രവി. രവി ആയതുകൊണ്ട് ഈഗോയാണ്. ഈഗോയിലൂടെ സുഖം കണ്ടെത്തുന്നവരായിരിക്കും ഇവര്. രഹസ്യ വിഷയങ്ങളിലൂടെയുള്ള ഈഗോ സാറ്റിസ്ഫാക്ഷൻ, അതോറിറ്റി കീപ്പ് ചെയ്യാനുള്ള കഴിവ്, സ്നേഹം കൊടുക്കേണ്ടിടത്ത് സ്നേഹം, ധനം കൊടുക്കേണ്ടിടത്ത് ധനം, ശരീരവും മനസ്സുമാണെങ്കിൽ അത് കൊടുക്കേണ്ടിടത്ത് അത്, എന്ത് ചെയ്തും തങ്ങളുടെ കാര്യം നടത്തിയെടുക്കാനുള്ള ഒരു രീതി പലപ്പോഴും പഠനാർഹമാണ്. ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴും തങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഇവർ വളരെ ആക്റ്റീവായിരിക്കും. ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എങ്കിലും ഇവരുടെ ആന്തരിക ലോകത്ത്, ഇവരുടെ ഉൾമനസ്സിൽ ഇവരെപ്പോഴും അൺസാറ്റിസ്ഫൈഡ് ആയിരിക്കും. തൃപ്തി എന്ന് പറയുന്ന ഒരു സാധനം ഇവർക്കുണ്ടാവില്ല. ഒരുപക്ഷെ ഇവർ ശക്തരും ധനികരും നല്ല നല്ല പൊസിഷനിലും ഇരിക്കുന്നവരായിരിക്കും. തങ്ങളുടെ ആന്തരിക സുഖങ്ങൾ കുറയുന്നത് കൊണ്ട് തന്നെ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ കരുണയില്ലാത്തവരാവും ഇവർ. തൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളെല്ലാം ചെയ്തു തീർത്ത് വെറും ഒരു വിക്ടിം റോള് പോലെ, എൻ്റെ ജീവിതത്തിൻ്റെ ഞാൻ എന്തിനു വേണ്ടി ജനിച്ചു, അല്ലെ എന്ത് പ്രയോജനമുണ്ടായി എന്നുള്ള ഒരു ചോദ്യമൊക്കെ ചോദിച്ച് സ്വയം വിക്ടിമായി ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാതെ ജീവിച്ച് തീർക്കാൻ ഇവർ ശ്രമിക്കും. ഇവർ പലപ്പോഴും ഇതിൽ നിന്ന് പുറത്ത് ചാടാനൊക്കെ ശ്രമിക്കും. പക്ഷെ ബേസിക് നേച്ചർ അവരെ വീണ്ടും തിരിച്ച് ഇവരുടെ ആ ഒരു രണ്ട് മുഖത്തിലേക്ക് കൊണ്ടുവരും. ആ സ്വാർത്ഥതയാണ് എപ്പോഴും ഇവരെ തകർക്കുന്നതെന്നും കൂടെ. ചിലപ്പോൾ നമ്മൾ പുറത്ത് കാണുമ്പോൾ ഇവർ സ്പിരിച്വൽ ആയിരിക്കും, ഇവര് വല്ലാത്ത മെറ്റീരിയൽ സക്സസ്ഫുൾ ആയിരിക്കും, ഇവർ വലിയ പ്രാഡോയിലായിരിക്കും പോകുന്നത്, ഇവർ BMW പോകുന്നത്, അല്ലെങ്കിൽ റേഞ്ച് റോവറിലായിരിക്കും പോകുന്നത്, ഇവർ വലിയ ഓർഗനൈസേഷൻ്റെ ഒക്കെ തലപ്പത്തിരിക്കുന്നവരും ഒക്കെ ആയിരിക്കാം. പക്ഷേ അനുഭവം കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറയുന്നത് കാപ്രിക്കോൺ ലഗ്നക്കാര് അൺസാറ്റിസ്ഫൈഡ് ആണ്. ഇവർ വളരെ ഫാസ്റ്റായിട്ട് ഈ ലോകത്തോടൊപ്പം ഒഴുകുമ്പം അതേസമയം തന്നെ ഇവരുടെ സ്വകാര്യതയിൽ മരുഭൂമിയിൽ നിൽക്കുന്ന ചെടിയെ പോലെ
ഒറ്റയ്ക്കായിരിക്കും നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഫാമിലി ലൈഫിലും ഇവരുടെ സ്വപ്നങ്ങളുടെ പുറകെയുള്ള യാത്രയിലും പലപ്പോഴും ദാഹിച്ച് വലഞ്ഞ് മുതലയുടെ വായിൽ പോയി കയറിയ മാന് വെള്ളം കുടിക്കാനോ മുതലയ്ക്കൊട്ട് ഭക്ഷണം കഴിക്കാനോ പറ്റാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാത്ത ഒരു വടംവലി, കോൺഫ്ലിക്റ്റ്, ഒരു ഡയലമ എപ്പോഴും ഇവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് പറയുമ്പം അർജുന വിഷാദയോഗം, ഭഗവത്ഗീതയുടെ 1-ാം അധ്യായം അർജുന വിഷാദയോഗത്തിൽ പറയുന്ന പല കാര്യങ്ങളും ഈ കാപ്രിക്കോൺ സൈനിനോട് എടുത്ത് യോജിപ്പിക്കാം. കാരണം അർജുനൻ പറയുന്ന പല കാര്യങ്ങളും ഈ നമ്മുടെ കാപ്രിക്കോൺ സൈനിന് പറ്റുന്നതാണ്. ഇവർ കണ്ടെത്തുന്ന പല എക്സ്ക്യൂസുകളും അർജുനൻ അന്ന് ഭഗവാനോട് പറഞ്ഞതുപോലെ ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിന് ഭഗവാൻ 2-ാം അധ്യായത്തിൽ പറയുന്ന ഒരു മറുപടിയുണ്ട്. ക്ലൈബ്യം മാസ്മകമ പാർത്ഥ നൈവത്യുപബദ്ധ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം തെക്തോത്തിഷ്ട പരന്തപാന്ന്. അതായത് ശത്രുക്കളെ നശിപ്പിക്കുന്നവനായ അല്ലയോ പാർത്ഥ, നിന്റെ ക്ലീബത്വം മനസ്സിൽ രണ്ടും കെട്ട അവസ്ഥ കൊണ്ടാണ്, നിനക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റാത്ത അവസ്ഥ കൊണ്ടാണ് വാസ്തവത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. വാസ്തവത്തിൽ നീ പരന്തപനാണ്, ശത്രുക്കളെ നശിപ്പിക്കുന്നവനാണ്. അതുകൊണ്ട് ക്ഷുദ്രം ഹൃദയ ദൗർബല്യം കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നിന്റെ ഹൃദയ ദൗർബല്യം കൊണ്ടാണ് നീ ഈ രണ്ടും കെട്ട രീതിയിൽ സംസാരിക്കുന്നത്. അപ്പം ഒരു വീഴ്ച വരുമ്പോൾ ഇവര് കോൺഫ്ലിക്റ്റും ഡയലമയും ഒക്കെ പറയും എങ്കിലും ബേസിക്കലി കാപ്രിക്കോൺകാർ വളരെ ഷാർപ്പാണ്. അവർക്ക് കാത്തിരിക്കാനും നന്നായിട്ടറിയാം. ഒരു മുതലയും ഒരു മാനുമാണ് ഇവർ. അനുഭവമാണ്. വ്യത്യസ്തരായിട്ടുള്ള കാപ്രിക്കോൺകാരുണ്ടാവും. മറ്റു പല ഗ്രഹങ്ങളിലെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് വെച്ച് നിങ്ങൾക്ക് നോക്കാം. പഠിക്കാൻ ഞാൻ വിട്ടുതരുന്നു. ഇതെൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത്. ഈ ലോകത്തിലെ നമ്മുടെ ആത്മബന്ധുക്കളായിട്ടുള്ള എല്ലാ മനുഷ്യരിലും കാപ്രിക്കോൺ ലഗ്നത്തിൽ ജനിച്ചവർ മിക്കപ്പോഴും അവരുടെ ഉള്ളിൽ ഒരു മോഷൻലെസ് ആയിരിക്കും, അൺസാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതേസമയം അവരുടെ ബാഹ്യ ലോകങ്ങളിൽ സക്സസ്ഫുള്ളും ആയിരിക്കും. വളരെ വിചിത്രമായിട്ട് തോന്നിയിട്ടുള്ള ഒരു രാശിയാണ്. 10-ാം ഭാവത്തിന് പറഞ്ഞിട്ടുള്ള എല്ലാ ഗുണങ്ങളും 10-ാം ഭാവം കൊണ്ട് എന്തൊക്കെയാണോ പറയുന്നത്, 10-ാം ഭാവത്തെക്കുറിച്ച് പറഞ്ഞതെല്ലാം ഇവിടെ എടുത്ത് ഉപയോഗിക്കണം. പിന്നെ ഗ്രഹങ്ങളുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് ആണ്, ഭാവത്തിൻ്റെയും ഗ്രഹങ്ങളുടെയും പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻസ് ആണ് ബാക്കിയുള്ള വിഷയങ്ങൾ, ഫലങ്ങൾ തീരുമാനിക്കുന്നത്, സ്വഭാവങ്ങൾ തീരുമാനിക്കുന്നത്, അവരുടെ സൈക്കോളജി തീരുമാനിക്കുന്നത് എന്നുള്ളതും കൂടെ ഓർത്ത് വെച്ചുകൊണ്ട് വളരെ വിശാലമായിട്ടുള്ളൊരു പഠനം നടത്തി നോക്ക്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ പലതും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാനും പറ്റും. എൻ്റെ ജീവിതമാകുന്ന അന്വേഷണത്തിൽ ഒരു ജ്യോതിഷ വിദ്യാർത്ഥി എന്ന രീതിയിൽ ഞാൻ മനുഷ്യനെ തിരിച്ചറിയാൻ കാരണം കാപ്രിക്കോൺ സൈനാണ്. കാപ്രിക്കോൺ സൈൻ ആയിട്ടുള്ള വ്യക്തികൾ കൈകാര്യം ചെയ്യുമ്പം വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഒരേ സമയം അവർ നല്ല മനുഷ്യരും മാനിനെ പോലെയാണ്, മറ്റൊരു സ്ഥലത്ത് അവർ പതുങ്ങിയിരിക്കുന്ന മുതലയെ പോലെയാണ്. നമ്മൾ എവിടെയാണ് ചെന്ന് വീഴുന്നത് എന്നുള്ളതും കൂടി ആലോചിച്ചുകൊണ്ട് വേണം ഡീല് ചെയ്യാൻ. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.